ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ആദ്യം തന്നെ ഞാൻ വിഷ് യു ഓൾ എ വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും അങ്ങനെയല്ലേ പറയാം, എല്ലാം നിറഞ്ഞൊരു ന്യൂ ഇയർ ആയിരിക്കട്ടെ. നമ്മുടെ 2025 വിഷമങ്ങളും സങ്കടങ്ങളും ഒന്നുമില്ലാതെ അടിപൊളി ഒരു ന്യൂ ഇയർ ആയിരിക്കട്ടെ. അടിപൊളി ഒരു ഇയർ ആയിരിക്കട്ടെ എല്ലാവർക്കും. അപ്പോൾ ആദ്യത്തെ വിഷ് തന്നെ എൻ്റെ വകയായിക്കോട്ടെ. നാളെയാണ് ന്യൂ ഇയർ, ബട്ട് ഞാൻ ഇന്നേ പറയുന്നതേ ഉള്ളൂ. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താണെന്നല്ലേ? അതിന് മുന്നേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ടോക്സ് വിത്ത് അർച്ചന. കുറേ നാളല്ലേ നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് ഡയറക്റ്റ് ഇരുന്ന് സംസാരിച്ചിട്ട്. അപ്പം ഞാൻ രാവിലെ തന്നെ, ഇവിടെ രാവിലെ ആയിട്ടേ ഉള്ളൂ, 6:56 കാണും ടൈം. ഞാൻ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. കുറേ നാളെ നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് ഡയറക്റ്റ് ഇരുന്ന് സംസാരിച്ചിട്ട്. സോ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ കാര്യങ്ങൾ പറയാം. വേറെ കാര്യമായിട്ടൊന്നും ഞാൻ പറയണില്ല. എന്താ വെച്ചാൽ കുറേ നാളായി ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിങ്ങനെ സംസാരിച്ചിട്ട്. ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ 200 സബ്സ്ക്രൈബേഴ്സായി. ഐ എം സോ ഹാപ്പി ദാറ്റ് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സോ ഒന്നുമല്ല, വെറും 200 ആൾക്കാർ മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്തത്. സ്റ്റിൽ ഐ എം ഹാപ്പി ബിക്കോസ് 6 മാസത്തിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ഇത്രയും ഒരു 200 പേരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അത് ടെക്നിക്കൽ വൈസ് നോക്കുകയാണെങ്കിൽ കുറവായിരിക്കും, ഇത്രയൊന്നും കണ്ടാൽ പോരായിരിക്കും. ബട്ട് സ്റ്റിൽ ഐ എം ഹാപ്പി. എനിക്ക് ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു എക്സ്ക്യൂസാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബട്ട് എന്താ പറയുക, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ടാണ് അടുത്ത വർഷമെങ്കിലും എല്ലാ ദിവസവും ഒരു വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമെന്ന് അറിയില്ല, ബട്ട് ഐ വിൽ ട്രൈ ദാറ്റ്. സോ 2024 എന്നെ സംബന്ധിച്ച് എന്താ പറയുക, ഒരു വലിയൊരു ലെസണായിരുന്നു. ഒരുപാട് സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ ആൻഡ് കുറച്ചൊക്കെ സന്തോഷം, അങ്ങനെ നിറഞ്ഞൊരു ലൈഫായിരുന്നു എൻ്റെ 2024. എനിക്കതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതുള്ളതാണ്. അപ്പം എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പം ഞാൻ ഓക്കെ ആവാറുണ്ട്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നുമെങ്കിലും സീരിയസ്ലി പറയുകയാണ്, എൻ്റെ വീഡിയോസ് കുറേ ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്, അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കാണുമ്പോഴാണ്. മോറോവർ എൻ്റെ ചാനൽ ഓരോ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുമ്പം, എൻ്റെ വെരി സോറി ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ സൗണ്ട് വെക്കുന്നുണ്ട്, വൃത്തികെട്ട പ്രാവ്. എപ്പം ഞാൻ വീഡിയോ ചെയ്യാനിരിക്കുമ്പോഴും എന്തെങ്കിലും സൗണ്ടായിട്ട് വന്നോളൂ. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടും വിഷമത്തിൻ്റെ ഇടയ്ക്കൊക്കെ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു 2024 ആണ്. പെട്ടെന്ന് കഴിഞ്ഞ പോലെ. പിന്നെ ഞാൻ ചെറുതായിട്ടൊരു കല്യാണം കഴിച്ചു. അതും ഈ വർഷം തന്നെയായിരുന്നു. May 6 എൻ്റെ കല്യാണം. കല്യാണത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. തികച്ചും എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു ആഫ്റ്റർ മാരേജ് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. പുതിയ സ്ഥലം, പുതിയ ആൾക്കാർ, പുതിയ ജോലി ഇൻ ടേംസ് ഓഫ് പ്രൊഫഷൻ വൈസ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ബട്ട് ജോബ് റോളൊക്കെ കുറച്ചൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് നല്ല രീതിയിലുള്ള മാറ്റമാണ് ഉണ്ടായിരുന്നത്, ഫിസിക്കലി ആൻഡ് മെൻ്റലി. എനിക്കത് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ കുറേ ടൈം എടുത്തു. ആൻഡ് ഡിപ്രഷൻ വന്നു. അതാണ് മെയിനായിട്ട്. ഡിപ്രഷന് ഫേസ് ചെയ്യേണ്ടി വന്നു ചെറിയ രീതിയിൽ. ബട്ട് ഓക്കെ, അതൊക്കെ ഞാനൊരു ലൈഫ് ലെസൺ ആയിട്ടാണ് കാണുന്നത്. ആൻഡ് എന്താ പറയുക, കുറേ ഫ്രണ്ട്സിനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഒന്നും കിട്ടിയിട്ടില്ല, കുറച്ച് ഫ്രണ്ട്സിനെ മാത്രം. ഇവിടെ ആണെങ്കിലും 1-2 ഫ്രണ്ട്സിനെ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ കുറേ റിയലൈസേഷൻ ഉണ്ടായി, പേഴ്സണാലിറ്റി ചേഞ്ചസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക്. പണ്ടുള്ള ഞാനേ അല്ല, അത് 2023 ഞാനേ അല്ല 2024 അതൊക്കെ നല്ല നല്ല ചേഞ്ചസ് ആയിട്ടാണ് ഞാൻ കൂട്ടിയിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഇപ്പം എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, സ്ട്രഗിൾസ്, സങ്കടങ്ങൾ, വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരുടെ അടുത്താണ് ഞാനിപ്പോൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് വന്നൊന്നുമില്ല. മോട്ടിവേഷനായിട്ട് നടക്കേണ്ട ഒരു ഫ്രണ്ട് പറയുന്ന പോലെ കണ്ടു കഴിഞ്ഞാൽ മതി. നിങ്ങൾ ഈ കടന്നു പോകുന്ന അവസ്ഥ എന്താണേലും അത് നാളെ അത് മാറും. ഇപ്പം നിങ്ങളിപ്പോൾ വല്ലാത്തൊരു വിഷമത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതിനൊരു എൻഡ് ഉണ്ടാകും. കാര്യം ഇതുപോലൊക്കെ തന്നെ ചിന്തിച്ച ഒരാളായിരുന്നു ഞാൻ. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ വരുമ്പം ഇതിനൊന്നും ഒരു അന്ത്യമില്ലേ, ഇതിപ്പോഴാണ് റെഡിയാവുമെന്നൊക്കെ എപ്പോഴും ഞാനിങ്ങനെ ഒരു ചിന്തിക്കും. ബട്ട് ദർ ഈസ് എ ഹോപ്പ് എന്നുള്ളതാണ്. എത്ര നമുക്ക് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നമ്മുടെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുമ്പോഴും ഒരു നേരിയ തോതിലൊരു പ്രതീക്ഷ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വെക്കുക എന്നുള്ളതാണ്. ആ പ്രാവിനെ മിക്കവാറും ഞാൻ തല്ലിക്കൊല്ലും. മിക്കവാറും എപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോഴും ഗൈസ് ഇത് വന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. എന്തൊരു ശല്യമാണെന്നറിയോ. ഓക്കെ, ലീവ് ദാറ്റ്. അപ്പം നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ സമാധാനമായിട്ടിരിക്കുക. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ അഗെയിൻ ഞാൻ പറയുന്നു, പോയിട്ടൊരു കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യുക. ഫിസിക്കൽ ഹെൽത്ത് പോലെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുക. നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക, അതായത് നല്ല ഫുഡ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള
പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള നല്ല ഫുഡൊക്കെ കഴിക്കുക. ടേക്ക് യുവർ ഹെൽത്ത്, ടേക്ക് യുവർ മെൻ്റൽ ഹെൽത്ത് ആൻഡ് ജിമ്മിനൊക്കെ പോവുക, വർക്കൗട്ട് ചെയ്യുക. ലേഡീസിൻ്റെ അടുത്താണ് ഞാൻ പറയുന്നത്. വർക്കൗട്ട് ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ടൈം കണ്ടെത്തി വർക്കൗട്ട് ചെയ്യുക എങ്ങനെയെങ്കിലും. പിന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ലാത്ത കുട്ടികളുടെ അടുത്ത്, പഠിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ എന്തായാലും ജോലി കണ്ടെത്താൻ ശ്രമിക്കുക. അത് ഏത് തരം ജോലിയാണെങ്കിലും കുഴപ്പമില്ല, ഏത് ടൈപ്പ് ജോലിയാണെങ്കിലും പ്രശ്നമല്ല. പക്ഷെ നിങ്ങളൊരു ജോലി ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ. അതിപ്പം ആദ്യമൊക്കെ നമുക്ക് കുറച്ച് സാലറി കിട്ടുന്നുണ്ടാവുക, പക്ഷേ നിങ്ങൾക്ക് പ്രൊഫഷൻ വൈസ് നിങ്ങൾക്ക് ഗ്രോത്ത് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം നല്ലൊരു ജോലി കണ്ടെത്തി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുക. ആൻഡ് എന്താ പറയുക, ഇപ്പോൾ യൂട്യൂബ് ചാനൽ ആർക്കെങ്കിലും തുടങ്ങണം എന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി തുടങ്ങുക. ആ മനസ്സിലൊരു ആഗ്രഹം വെച്ചുകൊണ്ട് ആരും ഇരിക്കരുത്. ഇപ്പോൾ ഞാൻ എൻ്റെ 2024 ജൂലൈ ടൈമിലാണ് എൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാനൽ ഞാൻ അതിൻ്റെ മുന്നേ തുടങ്ങിയിട്ടുണ്ടെങ്കിലും വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ജൂലൈ ടൈമിലാണ്. സോ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ വീഡിയോസ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അവരുടെ ലൈഫ് സ്റ്റൈല് ഷോക്കേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഒന്നും വേണ്ട, ഒരു ഫോൺ മാത്രം മതി, പിന്നെ സംസാരിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് മാത്രം മതി, നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ കടന്ന് നമുക്ക് പ്രതീക്ഷയുടെ നല്ലൊരു ദിവസം എന്തായാലും നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ വരും. കൂടുതൽ അത് ആലോചിച്ച് വിഷമിക്കേണ്ട. നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ എൻഗേജ് ചെയ്യാനായിട്ട് നോക്കുക ഏതെങ്കിലും രീതിയിൽ. ഇപ്പോൾ വീട്ടിൽ ജോലി, ഇപ്പോൾ പഠിക്കാനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ജോലി ചെയ്യാനുള്ള ആൾക്കാരാണെങ്കിൽ ജോലിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിന് പറ്റും. കാര്യം അങ്ങനെ സാധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. പ്രോബ്ലി 5 മിനിറ്റ് 6 മിനിറ്റ് അല്ലെങ്കിൽ കൂടി 4 മിനിറ്റ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാനിത് അപ്ലോഡ് ചെയ്യും. കാര്യം കുറേ നാളായി ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. ഇന്ന് ഞാൻ ഇപ്പോൾ ചെയ്തില്ല, ഞാൻ ചെയ്യില്ല. കാര്യം ഇന്ന് 31 അതുകൊണ്ട് ഇതിൻ്റെ വ്യൂസും കൗണ്ട്സും ലൈക്സും ഒന്നും ഞാൻ മാറ്റർ ചെയ്യുന്നില്ല. ജസ്റ്റ് എനിക്ക് നിങ്ങളോട് വന്ന് സംസാരിക്കണം തോന്നി. ടോപ്പിക്സ് പോലും ഇല്ല, എന്താണ് എൻ്റെ മൈൻഡിലില്ല. അപ്പോൾ വിഷിങ് എ വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഹാപ്പി ആയിട്ട് സമാധാനമായിട്ടിരിക്കുക. നിങ്ങളുടെ ന്യൂ ഇയർ അടിച്ച് പൊളിക്കുക. അപ്പോൾ ബൈ, ടേക്ക് കെയർ.